Good morning, my dear students. Welcome to our physics class. Today we will discuss about whether air or liquid can exert pressure. Whether air or liquid can exert pressure. നിങ്ങൾ എവിടെയെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ നമുക്ക് എയർ പ്രഷർ ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ലിക്വിഡ് പ്രഷർ ഫീൽ ചെയ്യുന്ന വല്ല മൊമെൻറ്റുകളും നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ലിക്വിഡിൽ എങ്ങനെയാണ് പ്രഷർ എക്സേർട്ട് ചെയ്യുന്നത് നോക്കാം. ലിക്വിഡ് പ്രഷർ നമ്മൾ എവിടെയെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ പെപ്സിയൊക്കെ കഴിക്കാറുണ്ട് അല്ലേ? ഈ പെപ്സി എങ്ങനെ കഴിക്കുക? ഒരു ലെങ്തി കോളം ആയിരിക്കും അത് അല്ലേ, നീണ്ടിട്ട് ഒരു വലിയൊരു പ്ലാസ്റ്റിക് കവറിലായിരിക്കും നമ്മൾ പെപ്സി ഉണ്ടാവുക. ആ പെപ്സിയുടെ ഒരറ്റത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഹോൾ ഉണ്ടാക്കും. ആ ഹോൾ ഉണ്ടാക്കി തന്നെ നമുക്ക് കാണാൻ പറ്റും എന്താണ് പെപ്സി ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് തെറിച്ച് വരുന്നത് അല്ലേ? കണ്ടിട്ടില്ലേ? ഉണ്ട്. ഇനി വല്ല ബോട്ടിൽ, അതിൽ നമ്മൾ നിറച്ചും വെള്ളം നിറച്ച് വെക്കുക. എന്നിട്ട് ബോട്ടിൽ അടയ്ക്കണ്ട, ബോട്ടിൽ നന്നായിട്ട് വെള്ളം നിറച്ച് വെച്ചിട്ട് ആ ബോട്ടിൻ്റെ സൈഡിലെങ്ങാനും നമ്മൾ സൂചിപ്പിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നോ കൊണ്ട് ഒരു ഹോൾ ഉണ്ടാക്കി വെക്കുക. വാട്ട് യു ക്യാൻ സീ? യെസ്, യു ക്യാൻ സീ ദാറ്റ് the water is going outside, right, from that tube. ഈ എക്സാമ്പിളുകളിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ലിക്വിഡിന് പ്രഷർ എക്സേർട്ട് ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് മനസ്സിലാക്കാം. നോക്കല്ലേ? നിങ്ങൾക്കറിയാലോ, പ്രഷർ എന്ന് പറഞ്ഞത് ഇറ്റ്സ് എ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ ആണ്. സോ വി ക്യാൻ കൺസിഡർ ഇൻ ദ കേസ് ഓഫ് ലിക്വിഡ്. ഇതിനായിട്ട് നമ്മളൊരു ചെറിയൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യണം. ഇതൊരു വെർട്ടിക്കലായിട്ടുള്ള നല്ല നീളനെയുള്ള ഒരു ലോങ് ആയിട്ടുള്ള ഒരു പൈപ്പാണ്. ഈ പൈപ്പിൻ്റെ അടിഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളിവിടെ ഒരു ബലൂൺ കെട്ടിവെക്കുന്നു. അതേപോലെ തന്നെ നല്ല നീളനെയുള്ള ഒരു എയർ കോളമാണ്. അതിൻ്റെ അടിഭാഗത്ത് എന്ത് ചെയ്യുന്നു, ഒരു ബലൂൺ കെട്ടിവെക്കുന്നു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പൈപ്പിൽ നമ്മൾ നിറയെ വെള്ളം ഒഴിച്ചു വെക്കുക. ആദ്യത്തെ ലെവലിൽ ഇത്രത്തോളം വെള്ളമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാണാൻ പറ്റും ഈ അടിയിലുള്ള ഈ ബൾബ് അല്ലെങ്കിൽ അടിയിലുള്ള ഈ ബലൂൺ അധികം വീർത്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല അല്ലേ? ഇനി രണ്ടാമത്തെ കേസ് എടുക്കാം. ഇവിടെ എന്താണ്, ഈ കേസിൽ നമ്മൾ ആദ്യത്തെ ലെവലിനേക്കാളും ഇത്തിരി കൂടി കൂടുതൽ ലെവലിൽ നമ്മൾ വെള്ളം ഒഴിക്കുകയാണ്. ഇവിടെ കൂടുതൽ ലെവലിൽ വെള്ളം ഒഴിക്കുമ്പോൾ എന്ത് കാണാൻ പറ്റും, ഈ ബലൂണ് ആദ്യത്തെ കേസിനെ അപേക്ഷിച്ച് വളരെ കൂടുതലായിട്ട് ബൾജ് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ കേസിൽ എന്താണ്, എയർ കോളം അല്ലെങ്കിൽ വാട്ടർ കോളം കൂടിയപ്പോൾ, വാട്ടറിൻ്റെ ഹൈറ്റ് നമ്മുടെ ട്യൂബിൽ കൂടിയപ്പോൾ നമ്മുടെ ബൾബ് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ബലൂണിൻ്റെ ഷേപ്പ് തന്നെ മാറുന്നു. അത് നന്നായിട്ട് നല്ല വീർത്ത് വരുന്നു. ഈ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത് എന്താണ്? നമുക്ക് വേണ്ടത് പലതവണ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ഈ വാട്ടർ കോളം കുറയ്ക്കാം, കൂട്ടാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഇത് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇറ്റ്സ് വെരി സിമ്പിൾ. അപ്പോൾ നമ്മൾ ഈ ആക്ടിവിറ്റി ചെയ്തതിൻ്റെ ബെനിഫിറ്റ് അല്ലെങ്കിൽ ഈ ആക്ടിവിറ്റി നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഇത് വാട്ടർ ആണല്ലേ. ഈ വാട്ടറിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ ഒരു സർഫസിൽ പ്രഷർ എക്സേർട്ട് ചെയ്യിക്കാൻ കഴിയുന്നുണ്ട്. That means the pressure exerted by the water at the bottom of the container, then നമ്മുടെ കണ്ടെയ്നർ അല്ലേ, ഇതിൻ്റെ ബോട്ടം ഓഫ് ദി കണ്ടെയ്നർ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഹൈറ്റ് ഓഫ് ദി എയർ കോളം, ഹൈറ്റ് ഓഫ് ഹിസ് കോളം.
ഇവിടെ വാട്ടർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള കോയിൽ അല്ലെങ്കിൽ പൈപ്പിൽ എത്രത്തോളം വെള്ളം ഒഴിച്ചു അതിൻ്റെ ഹൈറ്റിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതാണ് നമ്മൾ ഈ രണ്ട് കേസിൽ കാണുന്നത്. ഈ ഫസ്റ്റ് കേസിൽ എന്തായിരുന്നു, ഹൈറ്റ് വളരെ കുറവായതുകൊണ്ട് നമ്മുടെ ബലൂൺ അധികം വീർത്തില്ല. ഈ രണ്ടാമത്തെ കേസിൽ എന്താണ്, ഹൈറ്റ് വളരെ കൂടുതലായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, വാട്ടർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ഈ കേസിൽ എന്തായിരുന്നു, കൂടിപ്പോയി. അതുകൊണ്ടാണ് രണ്ടാമത്തെ കേസിലുള്ള ബൾബ് അല്ലെങ്കിൽ ബലൂണ് നന്നായിട്ട് വീർത്ത് വരുന്നത്. അപ്പോൾ പ്രഷർ എക്സേർട്ട് ചെയ്യണമെങ്കിൽ അത് എന്തിനും കൂടി ഡിപ്പെൻഡൻ്റ് ആണ്, നമ്മൾ വാട്ടർ ഒഴിച്ചിരിക്കുന്ന കണ്ടെയ്നറിൻ്റെ ഹൈറ്റ്, വാട്ടറിൻ്റെ ലെവൽ വരെ ഡിപ്പെൻഡാണ്. ഓക്കെ, എത്രത്തോളം വാട്ടർ ആ കണ്ടെയ്നറിൽ ഒഴിച്ചിട്ടുണ്ട് ആ പർട്ടിക്കുലർ ഹൈറ്റിനും കൂടി ഡിപ്പെൻഡൻ്റ് ആണ് ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദി വാട്ടർ. അപ്പോൾ ഫസ്റ്റത്തെ കേസ് മനസ്സിലായല്ലോ. പ്രഷർ എക്സേർട്ടഡ് ബൈ ദി വാട്ടറിൻ്റെ ഡിപ്പെൻഡൻസ് എന്താണ്? ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഹൈറ്റ് ഓഫ് ദി വാട്ടർ കോളം. ഓക്കെ, എത്രത്തോളം വാട്ടർ ആ ട്യൂബിലുണ്ട് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഹൈറ്റ് കൂടുന്തോറും അടിയിലുള്ള പ്രഷർ എന്ത് ചെയ്യുന്നു, കൂടി വരുന്നു. ഓക്കെ, വാട്ടറിൻ്റെ ലെവൽ കൂടി വരുമ്പോൾ അടിയിലുള്ള പ്രഷർ കൂടി വരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഡാമിലൊക്കെ ഫീൽ ചെയ്യുന്നത്. ഡാമിൻ്റെ മുകൾ ഭാഗത്തൊക്കെ എന്ത് ചെയ്യുന്നു, പ്രഷർ വളരെ കുറഞ്ഞ ഏരിയയാണ്. പക്ഷേ വെൻ വി ആർ ഗെറ്റിംഗ് ടു ഡീപ്പർ ആൻഡ് ഡീപ്പർ ഇൻ ടു ദി ബോട്ടം ഓഫ് ദി ഡാം വി ഫീൽ ദ പ്രഷർ. നമുക്ക് പ്രഷർ ഫീൽ ചെയ്യാൻ തുടങ്ങും. അത് ഡാമിൽ മാത്രമല്ല, നമ്മൾ കടലിൽ ചാടിക്കഴിഞ്ഞാലും അത്ര നല്ല ആഴമുള്ള എന്തിലേയും ചാടിച്ചു കഴിഞ്ഞാലും നമുക്കറിയാം ബോട്ടത്തിൽ എന്താണ്, പ്രഷർ കൂടുതലാണ്. വാട്ടർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ കൂടുതലാണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ലെവൽ ഓഫ് ദ വാട്ടർ. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് വേറൊരു ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. നമ്മൾ പറഞ്ഞു വാട്ടർ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഉപയോഗിച്ചിരിക്കുന്ന പൈപ്പിൻ്റെ വാട്ടർ ലെവലിൻ്റെ അനുസരിച്ച് അതിൻ്റെ പ്രഷർ ഡിപ്പെൻഡൻ്റ് ആണ് എന്ന് പറഞ്ഞു അല്ലേ? എങ്കിൽ പിന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി ഇതേ എക്സ്പെരിമെൻറ്റിൽ ചെയ്ത് നോക്കാം. ഇതിനായിട്ട് നിങ്ങൾ എന്തെടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യു ക്യാൻ ടേക്ക് വൺ ബോട്ടിൽ, ഒരു കൊക്കക്കോളയുടെ ബോട്ടിൽ എടുക്കുക. See, this is the Coca-Cola bottle. ഈ ബോട്ടിലിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വെള്ളം നിറയ്ക്കുക. നമ്മളിതിൽ വെള്ളം നിറച്ചു. എന്നിട്ട് ഓക്കെ, ഇതിലൊരു കാര്യം ചെയ്യാണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ വാട്ടറിൽ വെള്ളം നിറയ്ക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ വാട്ടറിൻ്റെ ബോട്ടത്തിൽ ഒരു ചെറിയൊരു പൈപ്പ് ഘടിപ്പിക്കുക. എന്നിട്ട് ഈ പൈപ്പിൻ്റെ അറ്റത്ത് എന്ത് ചെയ്യണം, ഒരു ബലൂണ് ഘടിപ്പിക്കുക. എന്നിട്ടാണ് നമ്മൾ ഈ കുപ്പിയിലേക്ക് വെള്ളം നിറയ്ക്കേണ്ടത്. ഈ കുപ്പിയിലേക്ക് വെള്ളം നിറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. ഒരു കുപ്പി എടുക്കുക, ആ കുപ്പിയുടെ അറ്റ്ലീസ്റ്റ് ബോട്ടത്തിന് കുറച്ച് മുകളിലായിട്ട് നിങ്ങളൊരു പൈപ്പ് ഘടിപ്പിക്കുക, അതിലൊരു ബലൂൺ ഘടിപ്പിക്കുക, എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിക്കുക, വാട്ടർ ബോട്ടിലേക്ക് വെള്ളം ഒഴിക്കുക. അപ്പോൾ എന്താ കാണുന്നത്? ഈ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ ബലൂണിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ? സർട്ടൺലി അല്ലേ, എന്തായാലും മാറ്റം സംഭവിക്കും. നമ്മൾ ഇവിടെ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബലൂൺ എന്ത് ചെയ്ത് ഇൻഫ്ലാറ്റ് ചെയ്യും, അതായത് വീർത്തിട്ട് വരും. ഇതൊന്നും നമുക്ക് മനസ്സിലായിക്കൂടെ? വാട്ടറിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? പ്രഷർ എക്സേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രഷർ അത് എവിടെ എക്സേർട്ട് ചെയ്യുന്നത്? ഇറ്റ് ഈസ് എക്സേർട്ടിങ് ഓൺ ദിസ് വാൾസ് അല്ലേ, ഓൺ ദിസ് വാൾസ് ഓഫ് ദിസ് കണ്ടെയ്നർ. ഈ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കണ്ടെയ്നറിൻ്റെ വാൾസിലാണ് എന്ത് ചെയ്യുന്നത്? പ്രഷർ എക്സേർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ വാട്ടർ ക്യാൻ എക്സേർട്ട് പ്രഷർ
ഓൺ ദ വാൾസ് ഓഫ് ദി കണ്ടെയ്നർ. അത് ഏത് കണ്ടെയ്നറിലാണോ വാട്ടർ ഇരിക്കുന്നത് ആ കണ്ടെയ്നറിന് വാളിന് ചുറ്റും എന്ത് ചെയ്യുന്നു? വാട്ടറിന് പ്രഷർ എക്സേർട്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. അതാണ് ഈ ഒരു ആക്ടിവിറ്റീസ് നമുക്ക് മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ പറ്റിയ സമയമാണ്, വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാവുന്നതാണ്, ഒരു എക്സ്പെൻസും ഇല്ല, നമുക്ക് കിട്ടാവുന്ന സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ്. നിങ്ങളത് ചെയ്ത് പഠിക്കണം കേട്ടോ. അപ്പം നമ്മൾ ഇപ്പോൾ ഒരു രണ്ടാമത്തെ കേസാണ് ഇപ്പോൾ പഠിച്ചത്. രണ്ടാമത്തെ കേസിൽ എന്താ പറഞ്ഞത്? വാട്ടർ ക്യാൻ എക്സേർട്ട് പ്രഷർ ഓൺ ദി വാൾസ് ഓഫ് ദി കണ്ടെയ്നർ. എങ്കിൽ മൂന്നാമത്തെ കേസിലേക്ക് ചാടുന്നതിന് മുൻപ് ഒരു ചോദ്യം. ഈ വാട്ടർ ഈക്വൽ പ്രഷർ ആണോ ഈ കണ്ടെയ്നറിൽ എക്സേർട്ട് ചെയ്യുന്നത്? Or you can say that water is filled in the container, right? Just imagine whether the container have the same pressure on its wall. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആയിരിക്കുമോ? ഇപ്പോൾ ഇവിടെ എത്ര ഉദാഹരണമുണ്ട്. നമ്മൾ ഈ ഒരു കുപ്പീൻ്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബലൂൺ ഘടിപ്പിച്ചു അല്ലേ? അപ്പോൾ വാട്ടർ നമ്മൾ അതിൽ കൂടെ ഒഴിച്ചപ്പോൾ നിന്ന് ബലൂൺ അതേപോലെ വീർക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഒരു ക്ലൂ ഉണ്ട്. എങ്കിലും നമുക്കത് പ്രൂവ് ചെയ്യണം. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കുടിച്ച് വെച്ചിട്ടിരിക്കുന്ന ഒരു സ്പ്രൈറ്റിൻ്റെയോ കൊക്കോകോളയുടെയോ പെപ്സിയുടെയോ അല്ലെങ്കിൽ ഒരു എനി ഡ്രിങ്കിങ് വാട്ടർ ബോട്ടിൽ എടുക്കുക. ആ ഡ്രിങ്കിങ് വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് ടീച്ചർ പറയുന്ന പോലെ ചെയ്യാം കേട്ടോ. ഡ്രിങ്കിങ് വാട്ടർ ബോട്ടിൽ എടുക്കുക. സോ ദിസ് ഈസ് അവർ ഡ്രിങ്കിങ് വാട്ടർ ബോട്ടിൽ. നല്ലൊരു വാട്ടർ ബോട്ടിൽ എടുക്കുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ഇതിലേക്ക് വാട്ടർ നിറയ്ക്കുന്നു. സോ ദിസ് ഈസ് അവർ വാട്ടർ. അപ്പോൾ ഈ ഇതിൽ നിറച്ചിരിക്കുന്ന വാട്ടറിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ദ പ്രഷർ ഡിപ്പെൻഡ് അപ്പോൺ ദി ലെവൽ ഓഫ് ദി വാട്ടർ ഇൻ ദിസ് ബോട്ടിൽ അല്ലേ? പിന്നെ വേറെ എന്താണ്? ഇറ്റ് ക്യാൻ എക്സേർട്ട് പ്രഷർ ഓൺ ദി വാൾ അല്ലേ? ഇനി ഇത്രത്തോളം നിറച്ച് വെച്ചിട്ടുള്ള ഈ ഒരു കുപ്പിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ചെറിയൊരു സൂചിപ്പിന്നെടുക്കുക. ഈ സൂചിപ്പിന്നെടുത്തിട്ട് ഈ കുപ്പിയുടെ ഒരേ ലെവലിൽ നിങ്ങളങ്ങ് കുത്തുക. യു ക്യാൻ മേക്ക് എ ഹോൾ ഓവർ ഹിയർ. You can make a hole and you can make a hole. Okay, make a hole. What you can see? Yes, you can see the fountain അല്ലേ? ആ കുപ്പിയിൽ നിന്ന് വെള്ളം തെറിച്ച് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. നല്ല ഭംഗിയിൽ നമ്മുടെ വെള്ളം ചെയ്യുന്നു പുറത്തേക്ക് ഇങ്ങനെ തെറിച്ച് പോകും അല്ലേ? അപ്പം നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ള, ഇപ്പം എങ്ങനെയാണ് ഞാനിപ്പോൾ അത് കാണിച്ചു തരണം കേട്ടോ. നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ള എല്ലാ ഹോളുകളും ഒരേ ലെവലിലാണ് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈ ഫൗണ്ടൻസ് എല്ലാം ഒരേപോലെയാണെന്ന് കാണാൻ പറ്റും അല്ലേ? ഈ വെള്ളം തെറിച്ച് വരുന്നത് ഒരേപോലെയാണെന്ന് കാണാൻ പറ്റും. ഇനി ഈ ഹോളുകളുടെ ഹൈറ്റിനനുസരിച്ച് നമ്മൾ പല സ്ഥലങ്ങളിലാണ് കുത്തുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഫൗണ്ടനാണ് നമുക്ക് കാണാൻ പറ്റുക. ഫൗണ്ടൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് കാണുമ്പോൾ നല്ല ഭംഗിയാണ് അല്ലേ? ഒരു കുപ്പിയിൽ നിന്ന് ഒരു ഓട്ട കുത്തി, അതിൽ നിറച്ച് വെള്ളം നിറച്ചിട്ട് ഒരു ഓട്ട കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ചീറ്റുന്നത് കാണാൻ നല്ല ഭംഗി ആയതുകൊണ്ടാണ് ഞാൻ ഫൗണ്ടൻ എന്നുള്ള ടേം യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സംഭവം മനസ്സിലായല്ലോ? ഒരേ ലെവലിൽ നമ്മൾ ഹോളുകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ വാട്ടറും എന്ത് ചെയ്യുന്നു? എല്ലാ വാട്ടറും ഒരേ ലെവലിൽ എങ്ങനെ നിന്നു പുറത്തേക്ക് തെറിച്ച് പോകുന്നു. ആൻഡ് ദാറ്റ്സ് ലുക്ക് വെരി ബ്യൂട്ടിഫുൾ. So in this case you can see this stream of water coming out of the holes fall at the same distance അല്ലേ? ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വെള്ളം സെയിം ഡിസ്റ്റൻസിൽ തന്നെയാണ്. എല്ലാ വെള്ളങ്ങളും സെയിം ഡിസ്റ്റൻസ്. ഇതിൻ്റെ അടിയിൽ നിങ്ങളൊരു പാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും കൂടി എളുപ്പത്തിൽ മനസ്സിലാകും. അപ്പോൾ ഇതിൽ പുറത്തേക്ക് വരുന്ന എല്ലാ വെള്ളവും എന്താണ്? സെയിം ഡിസ്റ്റൻസിൽ തന്നെയാണ് വന്ന് പതിക്കുന്നത് അല്ലേ? അപ്പോൾ സെയിം ഡിസ്റ്റൻസിൽ വന്ന് പതിക്കണമെങ്കിൽ
അതിൽ എന്തോ ഒരു കാര്യം ഒളിച്ചിരിപ്പുണ്ട് അല്ലേ? സയൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തോ ഒരു കാര്യം ഒളിച്ചിരിപ്പുണ്ട്. എന്തായിരിക്കും അത്? സിമ്പിളാണ് അല്ലേ? ഇത് കാണിക്കുന്നത് എന്താണ്? ഒരേ ഡിസ്റ്റൻസിലാണ് വെള്ളം തെറിച്ചിരിക്കുന്നതെങ്കിൽ ഹിയർ ദ വാട്ടർ എക്സേർട്ടിങ് ഈക്വൽ പ്രഷർ ഓൺ ദി വാൾസ് ഓഫ് ദി കണ്ടെയ്നർ. ഈ ഒരു കണ്ടെയ്നറിൽ നമ്മുടെ വാട്ടർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ഈക്വലാണ്. ഇറ്റ്സ് എക്സേർട്ടിങ് ഈക്വൽ പ്രഷർ ഓൺ ദി വാൾസ് ഓഫ് ദി കണ്ടെയ്നർ. So now it is high time to see that liquid can exert pressure on the walls of the container. അല്ലേ? ലിക്വിഡിന് എന്ത് ചെയ്യാൻ പറ്റുന്നു? കണ്ടെയ്നറിൻ്റെ വാൾസിൽ പ്രഷർ എക്സേർട്ട് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു വിത്ത് എക്സാമ്പിൾ. ആൻഡ് യു ക്യാൻ ഡു ഇറ്റ് അറ്റ് യുവർ ഹോം. And the most beautiful one of is that you can play with this balloon, right? All you are playing with the balloon. So you are making water balloon. അല്ലേ? നമ്മൾ വാട്ടർ ബലൂൺ എടുത്ത് കളിക്കാത്തവർ ആരും ഉണ്ടാവില്ല ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ. അപ്പോൾ ഈ വാട്ടർ ബലൂണിലും ഇതേപോലെ വാട്ടർ നിങ്ങൾ നിറച്ചിട്ടുണ്ടെങ്കിൽ കണ്ടു നോക്കൂ. ആ ബലൂൺ വീർത്തിരിക്കുന്ന എന്താണ്? അതിൻ്റെ ഉള്ളിലത്തെ വാട്ടർ ഈക്വൽ പ്രഷർ ആ ബലൂണിൻ്റെ സർഫസിൽ എക്സേർട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. ഇനി നിങ്ങളതിനെ അതിൽ ഹോളിട്ട് നോക്കി നോക്കൂ. You can feel that pressure exerted by the water inside that balloon is same. ബലൂണിലും കണ്ടെയ്നറിലും മാത്രമല്ല, വാട്ടർ എവിടെയൊക്കെയാണോ അടഞ്ഞു കിടക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് നിറഞ്ഞു കിടക്കുന്നത് അവിടെയൊക്കെ എന്ത് ചെയ്യുന്നു? വാട്ടർ ഈക്വലായിട്ടാണ് പ്രഷർ എക്സേർട്ട് ചെയ്യുന്നത്. Okay, so this time our topic is too interesting and you can do the activities at your home and understand and realize the basic beautifulness of our science. That is, water can exert pressure. Thank you.